ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ പോസിറ്റീവ് എനർജിയെ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പാസ്റ്റ്. അതും പാസ്റ്റിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ. അതായത് കഴിഞ്ഞു പോയ തെറ്റുകളെക്കുറിച്ച് സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും ഒരു ഫുൾ ടൈം ജോബ് പോലെ ചെയ്യുന്നത് ഇതാണ്: നമ്മുടെ പഴയ തെറ്റുകൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുക. പഴയ തെറ്റുകളെ ഓർത്ത് എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്കെങ്ങനെ നിർത്താനാകും, എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതൊരു ചെറിയ ചോദ്യമല്ല, നമ്മുടെ എല്ലാ ഉള്ളിലെ വലിയൊരു സങ്കടമാണ്, അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മലയാളികൾ ഇതിനെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കാറുണ്ട്? കാരണം പഴയതൊന്നും മറക്കരുത് എന്ന് നമ്മെ പഠിപ്പിച്ചൊരു സമൂഹമാണ് നമ്മുടേത്, അല്ലേ? പക്ഷേ ചില കാര്യങ്ങൾ മറന്നു കളയുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ചെയ്ത ആ ഒരു മണ്ടത്തരമാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം. എത്ര പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. അത് നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത കുസൃതികളാകാം, അല്ലെങ്കിൽ കൗമാരത്തിൽ എടുത്തു ചാടി ചെയ്ത തീരുമാനങ്ങളാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ജോലിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവാകാം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര തെറ്റുകളെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ വളരെ ചെറിയ പിഴവുകളാവാം. വലുതായാലും ചെറുതായാലും തെറ്റുകൾ പറ്റുക എന്നത് നമ്മുടെ ഈ മനുഷ്യൻ എന്ന യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മളൊരു പുതിയ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീഴാറില്ലേ? വീഴുന്നത് തെറ്റാണോ? അല്ല, വീഴ്ചയിൽ നിന്നാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത്. അതുപോലെയാണ് ജീവിതവും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ആരാണ് എന്ന് പറയുന്നില്ല. അതൊരടയാളമല്ല, അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പഴയ തെറ്റുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു തെറ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നിങ്ങളൊരു പഴയ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് പോലെയാണ് ഈ മിസ്റ്റേക്കുകൾ ഓർക്കുന്നത്. നിങ്ങൾ പ്ലേ ബട്ടൺ അമർത്തുന്നു, ആ പഴയ വേദന, ആ പഴയ സങ്കടം വീണ്ടും ആദ്യമായി സംഭവിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കളിക്കും. അയ്യോ, ഞാൻ അന്ന് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ആ അവസരം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ആ തെറ്റ് നടന്നത് പണ്ടാണ്, പക്ഷേ നിങ്ങൾ അതിനെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജീവിപ്പിക്കുകയാണ്. നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷത്തെ നശിപ്പിക്കാനുള്ള പവർ കൊടുക്കുകയാണ്. ഈ ഓർമ്മകളെ വീണ്ടും വീണ്ടും തലച്ചോറിൽ എടുത്ത് നിങ്ങൾ അതിനെ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ മോശമാക്കുന്നു. ഇത് തികച്ചും അനാവശ്യമാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടേ? വളരെ ലളിതമാണ്. നമുക്കൊരു സ്റ്റോപ്പ് ബട്ടൺ അമർത്താം. ആ തെറ്റുകൾ കഴിഞ്ഞുപോയി, അത് അവസാനിച്ചു. അതിനെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ പഴയ തെറ്റുകൾ ഇപ്പോൾ എവിടെയാണ്? അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്, വേറെ എങ്ങുമില്ല. നമ്മുടെ വീട്ടിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയില്ലേ? അല്ലെങ്കിൽ ക്ലീനിങ് നടത്തി പഴയതൊക്കെ മാറ്റില്ലേ? അതുപോലെ ഈ പഴയ ഓർമ്മകളെയും മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഓർമ്മയ്ക്ക് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുവോ അത്രമാത്രം അതിന് ശക്തി കൂടും. ഒരു ഓർമ്മയെ നമ്മൾ എനർജൈസ് ചെയ്യുന്നത് നിർത്തിയാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ പതിയെ പതിയെ അതിൻ്റെ ശക്തി കുറയും. എത്ര വലിയ ദുരന്തമായി തോന്നിയ കാര്യമാണെങ്കിലും നിങ്ങൾ അതിനെ മനസ്സിൽ താങ്ങി നിർത്തുന്നത് നിർത്തിയാൽ അത് മാഞ്ഞു പോവും. ഒരു പഴയ സിനിമയുടെ പോസ്റ്റർ പോലെ അത് മങ്ങിപ്പോവും. ശരി, ഇത് കേൾക്കാൻ നല്ലതാണ്, പക്ഷേ എനിക്കിത് പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, അതിനുവേണ്ടി നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ തെറ്റുകൾ ഒരു പേപ്പറിൽ എഴുതുക. വളരെ കുറച്ച് മാത്രം എഴുതിയാൽ മതി, അനാവശ്യമായി എല്ലാം കുത്തിവരയ്ക്കേണ്ട. ശേഷം, അതെ, ഇത് സംഭവിച്ചു പോയി, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിൽ പറയുക. അതിനുശേഷം ആ കടലാസ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കീറിക്കളയുക. എന്നിട്ടത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുക. അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് ആ പേപ്പർ കത്തിച്ച് കളയുക. അത് കത്തിച്ച് ചാരമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഇത് കഴിഞ്ഞു, എൻ്റെ ഈ തെറ്റിൻ്റെ ഓർമ്മകളും കത്തിച്ചാമ്പലായി.
ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ആ ഭാരം ഇറക്കി വെച്ചു എന്ന് നിങ്ങളുടെ തലച്ചോറിന് ഒരു വ്യക്തമായ സന്ദേശം ലഭിക്കും. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ പൂർണ്ണതയുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ്. ഈ ലോകത്തെ യാത്രയിൽ നമ്മൾ കുറച്ച് കല്ലുകളിലും മുള്ളുകളിലും ഒക്കെ തട്ടി വീഴാം. അത് സ്വാഭാവികമാണ്. ഒരു തെറ്റും നിങ്ങളെ മോശപ്പെട്ട വ്യക്തിയാക്കുന്നില്ല. നിങ്ങൾ ഇന്നലെ ആരായിരുന്നു എന്നതിലല്ല കാര്യം. ഇന്ന് നിങ്ങൾ ആരാണ്, നാളെ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ്. പഴയതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞു. ഇനി എൻ്റെ ശ്രദ്ധ എൻ്റെ ഇന്നത്തേതിലും നാളെയിലുമാണ് എന്ന് ഉറച്ച മനസ്സോടെ പറയുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്